പ്രഹസനം ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ആദ്യം തന്നെ ചീപ്പെടുത്ത് അങ്ങോട്ട് കോതി നമ്മൾ മുടിയെല്ലാം ബാക്കിലേക്ക് ഒതുക്കി അങ്ങോട്ട് കെട്ടി വയ്ക്കുക. അതിനുശേഷം ഉള്ള മോയ്സ്ചറൈസർ അങ്ങോട്ട് എടുത്ത് വാരി തേക്കുക. കാരണം നമുക്ക് തീർക്കണം. അത് തീർന്നു കേട്ടോ, പേടിക്കണ്ട. അതിനുശേഷം സൂര്യൻ ചേട്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ സൺസ്ക്രീനും ഇടുക. അതിനുശേഷം ലിപ്സ്റ്റിക് എടുത്ത് കണ്ണിൽ തേച്ചാൽ ഇതുപോലെ ഇരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നതാണ്. എനിക്കബദ്ധം പറ്റിയൊന്നല്ല കേട്ടോ. പിന്നെ ഞാൻ ആക്രാന്തം മൂത്തിട്ടാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ മറന്നു പോയിരുന്നു, ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ അതേ കണ്ണങ്ങോട്ട് എഴുതുക. അതിനുശേഷം ഐലൈനർ അങ്ങോട്ട് വരയ്ക്കുക. ഇതെല്ലാം ഭയങ്കര ഈസിയാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ എത്ര തവണ തെറ്റിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്നറിയാമോ. പിന്നെ എൻ്റെ പോൺസിൻ്റെ BB ക്രീമും പിന്നെ എന്തായിരുന്നു മോയ്സ്ചറൈസർ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ടപ്പോൾ ഞാൻ ആരുമായില്ല, ഞാൻ തന്നെ ആയി. പക്ഷേ എന്തൊക്കെയോ ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടില്ലേ, മേക്കപ്പിൻ്റെ ഒരു പവറേ. അതിനുശേഷം മസ്കാര ഇട്ടപ്പോൾ കണ്ടോ, പണി കിട്ടി. പിന്നെ സ്വാഭാവികമാണല്ലോ. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് അങ്ങ് സോൾവ് ചെയ്തിട്ട് വീണ്ടും അങ്ങ് ഇടുകയാണ്. ആരും കണ്ടില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ കണ്ടു. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാല, പൊട്ട്, കമ്മൽ, വള ഇതൊക്കെ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പിന്നെ ആ ഡ്രസ്സിലെ വർക്ക് ഞാൻ ചെയ്തതാണേ. 4 പേരോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ലേ. മാലയുടെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. 250 രൂപയ്ക്ക് താഴെയുള്ളൂ കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഞാൻ വീണ്ടും എന്തൊക്കെയോ ചെയ്തൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ മുടി ഒന്നും നോക്കിയില്ല, എന്തൊക്കെയോ കാണിച്ച് വാരി കെട്ടി ഓടിപ്പോയി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.